നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പുതിയൊരു കഥയിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണില്ലാത്ത, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത, ജന്മനാ കാഴ്ചയില്ല, അത് ഡോക്ടർമാർ എത്ര നോക്കിയിട്ടും കണ്ണിന് കാഴ്ചയില്ല, പക്ഷെ നല്ല സാമ്പത്തികമുള്ളൊരു പയ്യനാണ്, ജോലിയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കണ്ണില്ലാത്ത സുന്ദരനായ ഒരാളെ നമ്മളൊരു സുന്ദരിയായ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നത്. അവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ വലിയ ഇഷ്ടമാണ്. ഒരു കാശുമുണ്ട്. അപ്പോൾ അവനെ അതുകൊണ്ട് കൂടിയിട്ട് ഇവനെ കാണാനും നല്ല ഭംഗിയുണ്ട്. കണ്ണില്ല എന്നുള്ളൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവർ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വില്ലയുണ്ട്. ആ വില്ലയിലാണ് അവൻ താമസം. അങ്ങനെ അവർ സുഖമായിട്ട് അവിടെ താമസിച്ച് അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു കപ്പിളാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ബന്ധപ്പെടണം. അതാണ് ഇവളുടെ പേര് അനുവിന് ദിവസം ബന്ധപ്പെടണം. അതാണ് അവളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇവൻ ജോലി കഴിഞ്ഞ് വരുന്നത് സ്വല്പം വൈകി കഴിഞ്ഞാൽ തന്നെ അവൾക്ക് ടെംപ്റ്റേഷൻ തുടങ്ങും. ബന്ധപ്പെട്ട സമയത്ത് കറക്റ്റായിട്ട് ബന്ധപ്പെടണം. ഭക്ഷണം കഴിക്കുന്നത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇവൻ സ്വല്പം ഓഫീസിൽ നിന്ന് വൈകിയാൽ തന്നെ ഇവൻ വന്നിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അവന് ഭക്ഷണം കൊടുക്കുള്ളൂ, കുളിക്കുള്ളൂ, എല്ലാം പണ്ടാറുള്ളൂ. എന്നാലും അവൾക്ക് റിലാക്സേഷൻ ആവുള്ളൂ. അങ്ങനെയുള്ളൊരു പെണ്ണാണ് ഉള്ള സ്വഭാവം. അപ്പോൾ ആ ഒരു ബന്ധത്തിലേക്കാണ് ഇവൻ്റെ അനിയൻ, കണ്ണ് കാണാത്ത ആ പയ്യൻ്റെ, അരുൺ എന്നാണ് അവൻ്റെ പേര്, അരുണിൻ്റെ അനിയൻ വരുന്നത്. അനിയൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ടൗണിൽ വന്നതാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവിടെ 2 ദിവസം താമസിച്ച് ഒന്ന് എക്സാം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ 2 ദിവസം ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഇൻ്റർവ്യൂ എഴുതിയിട്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. അപ്പോൾ ഇവർക്ക് ചേട്ടന് വലിയ സന്തോഷമായി. എന്തായാലും നീ വല്ലപ്പോഴൊക്കെ കൊണ്ട് വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ ചേട്ടൻ ജോലിക്ക് പോകും. ജോലിക്ക് പോകുമ്പോൾ അവിടെ ഭാര്യ മാത്രമേ. അപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ കണ്ടപ്പോൾ ഭയങ്കര, കല്യാണം കഴിച്ച കാലത്ത് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഗംഭീരമായിട്ട് സുന്ദരിയായിട്ട് ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ നടക്കുക. ബർമൂഡ, അതുപോലെ തന്നെ തുട കാണിച്ചുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് കാണിച്ചുള്ള ഡ്രസ്സ്, ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് കമ്പിയമുണ്ട്. അങ്ങനെ നിൽക്കണം. ഒരു ദിവസം ഒരു 7 മണി 8 മണിക്ക് ചേട്ടൻ വന്നു. ചേട്ടൻ വന്നോട് കൂടിയിട്ട് ചേട്ടത്തിയമ്മ അപ്പം തന്നെ അകത്ത് പോയി. അവരവിടെ പരിപാടി തുടങ്ങി. ആ പരിപാടി തുടങ്ങിയപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറങ്ങുന്ന ആളല്ല. ഇവൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കിയപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ആ ജനലേരെ ഉള്ളിൽ കൂടി ഒരാളിൽ നിന്ന് നോക്കണം. ഇവൻ വിചാരിച്ച് കള്ളനാവുമെന്ന് വിചാരിച്ചു. ഓടി ചെന്ന് പിടിച്ചു. അപ്പോൾ ഈ വൈകുന്നേരം 8-8:30 നേരത്ത് ഈ പയ്യനെ പിടിക്കുന്നത്. പയ്യനെ പിടിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കള്ളനൊന്നുമല്ല, ഞാൻ അപ്പുറത്തെ വീട്ടിലെ ആളാണ്. ഇവൻ്റെ പ്രായമുള്ളൊരു പയ്യൻ തന്നെ. ഇവരങ്ങനെ ബന്ധപ്പെടുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാറുണ്ട്. അത് നോക്കിയിട്ട് ഞാൻ സ്വയംഭോഗം ചെയ്യാറുണ്ട്. അതെനിക്കൊരു ഹാബിറ്റാണ്. ഇതിൽ വേറെ ഒന്നുമില്ല. നിങ്ങളെ ചേട്ടനോടൊന്നും പറയരുത്. നിങ്ങളാരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അനിയനാണെന്ന് പറഞ്ഞു. നിങ്ങൾ ചേട്ടനോടൊന്നും പറയരുത്, ക്ഷമിക്കണം, ഞാൻ ഈ വഴിക്ക് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞയച്ചു. അപ്പോൾ തൊട്ട വീടായ കാരണം പിന്നെ അവനൊന്നും പറയാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഇവൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിറ്റേ ദിവസം പോലെ ചേട്ടൻ പോയപ്പോൾ ഇവൻ ആ ജനലേര അവിടെ ഇവൻ ചെന്ന് നോക്കുകയും ഒക്കെ കാണാൻ പറ്റുമോ എന്താണെന്നുള്ളത്. അപ്പം ഇവൻ്റെ ചേട്ടത്തിയമ്മയുണ്ട് കംപ്ലീറ്റ് എന്തൊട്ടൊക്കെ ഒരു തൈലൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് ഡ്രസ്സ് ഊരി നിന്നിട്ട് ആ തൈലൊക്കെ ഇങ്ങനെയാണ് പരട്ടുക. ഇത് കണ്ടപ്പോൾ ഇവന് ഭയങ്കരമായിട്ട് ഇതായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനിപ്പോൾ കയറി പിടിക്കണം, ഇപ്പോൾ പരിപാടി ചെയ്യണം എന്നുള്ള നിലയിൽ ഇവനോട് ടെംപ്റ്റേഷൻ വന്നിട്ട് ഇപ്പോൾ അപ്പം തന്നെ റൂമിലേക്ക് വന്നിട്ട് തട്ടി പെട്ടെന്ന് പാല് പറഞ്ഞേക്കും. പിന്നെ ഇവളാച്ചെണ്ടെങ്കിൽ അപ്പോൾ നഗ്നായിട്ട് നിൽക്കണം, ഇവനാച്ചെണ്ണം ഇങ്ങനെ നിൽക്കണം. ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇവനായാലും കുഴപ്പമില്ല, അനിയനായാലും കുഴപ്പമില്ല, ചേട്ടനായാലും കുഴപ്പമില്ല. ഇവൾക്ക് എപ്പോഴും ഇപ്പോൾ പകലിപ്പോൾ ഇങ്ങനെ നിൽക്കണം. ഇപ്പം കയറി വന്നോട് കൂടിയിട്ട് ഇവനായിട്ട് ഭയങ്കര ഒരു പെട്ടെന്ന് അറ്റാച്ച്മെൻ്റായിട്ട് കെട്ടിപ്പിടിക്കും. അങ്ങനെ ഒരു പരിപാടി ചെയ്യും. അപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയനാച്ചെണ്ടെങ്കിൽ കുറ്റബോധമായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ കണ്ണ് കാണാത്തതാണ്. ചേട്ടനെ പെട്ടെന്ന് നമ്മളൊരു നിമിഷം നേരത്ത് ചേട്ടൻ മറന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, എന്തായാലും എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എനിക്ക് ആ സമയത്ത് ഉണ്ടായ ഒരു ഇതിലാണ്. എനിക്കൊരിക്കലും ഞാൻ ചേട്ടത്തിയമ്മനെ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ അതൊരു സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഇതൊരു വലിയ വിഷയമായിട്ട് നീ എടുക്കണ്ട, നീ ഒരിക്കലും ഇവിടുന്ന് പോവരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്നെ പറഞ്ഞു, നീ ഇവിടുന്ന് പോവരുത്, ഈ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ നീ പോകും. അപ്പോൾ അവന് ചേട്ടത്തി ഇതുപോലെ നിർബന്ധിച്ചപ്പോൾ ഇവന് ആ കുറ്റബോധമുള്ളൊക്കെയായിട്ട് പോയി. പിന്നെ ഇവനെ ഇവിടെ നിൽക്കാൻ തന്നെ വിചാരിച്ചു. എന്തായാലും പരീക്ഷയ്ക്ക് എഴുതണമല്ലോ, ഇൻ്റർവ്യൂവിന് വന്നാണ്, അപ്പോൾ അതിന് പഠിക്കും വേണം, ഇവിടുന്ന് എന്തായാലും നിൽക്കാൻ തന്നെ വിചാരിച്ച് ഇവൻ അവിടെ നിൽക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഇവന് ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചേട്ടത്തിയമ്മ അവന് വിളിക്കും, വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അങ്ങനെ ഇവർ
പിന്നെ ഇത് സ്ഥിരം പകൽ ഒരു 2 ദിവസമായിട്ട് 2-3-4 ദിവസമുള്ള അവിടെ ആ 2-3 ദിവസം പരിപാടിക്കുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ തന്നെ പരിപാടി കഴിഞ്ഞ് പഠിക്കുന്നുണ്ട്. അന്ന് വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കിയൊരു അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരുണ്ടല്ലോ, ആ ചെറുപ്പക്കാരെ വീട്ടിലെ റൂമിലേക്ക് കയറി വരിക. കയറി വന്ന വഴിക്ക് ചോദിച്ചു, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അല്ലേ? കണ്ണ് കാണാത്ത ചേട്ടനായക്കാൻ അനിയനിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാലോ, അതുകൊണ്ട് സുഖമാണല്ലോ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളെ കണ്ടോടുകൂടിയിട്ട് ഇവൻ അനിയനാകെ ഞെട്ടി, അതുപോലെ തന്നെ ഭാര്യയും ഞെട്ടി, നമ്മുടെ ചേട്ടൻ്റെ ഭാര്യയും ഞെട്ടി. എന്നിട്ട് പറഞ്ഞു, അതേ നിങ്ങൾ ഈ ചെയ്തതൊക്കെ ഞാൻ നമ്മുടെ എല്ലാവരും ഉള്ളിൽ നിന്നിട്ട് എല്ലാം ഞാൻ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ അവർ വീണ്ടും പ്രശ്നമായി. എന്നിട്ട് പറഞ്ഞു, നീ ആ ഒരു കാരണവശാലും നീ ആ വീഡിയോ നീ പുറത്ത് കാണിക്കരുത്, ചേട്ടന് കാണിക്കരുത്, നീ അതിപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പൈസയൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ വീട്ടിൽ, എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൈസ ഒന്നും ആവശ്യമില്ല. ഇവരിവിടെ താമസത്തിന് വന്ന അന്ന് മുതൽ ഞാൻ ഇവിടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നീ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതിന് എനിക്ക് ചോദിക്കാനുള്ളൊരു അവസരം കിട്ടിയില്ല. ഇവളെ അവിടെ നിന്നുള്ള ചേട്ടനായിട്ട് പരിപാടി എന്നുള്ളത് ഞാൻ എന്നും കാണാണ്ട് കണ്ട് സ്വയംഭവം ചെയ്ത് ഞാൻ തോറ്റു. അങ്ങനെ നിൽക്കുമ്പോഴാണ് നീ വന്നപ്പോൾ എനിക്കൊരു ചാൻസ് കിട്ടിയത്. അവർ ഭാര്യയും ഭർത്താവായിട്ട് നിൽക്കുന്ന നേരത്തെ വീഡിയോ എടുത്തിട്ട് അവരെ കാണിച്ചു കൊടുത്ത് പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതല്ലപ്പോൾ ഞാൻ അകത്താവും. പക്ഷേ ഇത് നിങ്ങളുടെ അഭിഹിതമാണ്, ഇതെനിക്ക് കാണിച്ചു കൊടുത്താൽ അതിനൊരു വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് എന്താ വേണ്ടേ? അനിയൻ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, നീ ആ ചെയ്തില്ലേ ഇപ്പോൾ അതേപോലെ എനിക്ക് അവിടെ നിന്ന് ചെയ്യണം, അത്രമാത്രം മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളാം. അപ്പോൾ അനിയൻ പറഞ്ഞു, അത് ശരിയാവില്ല. അപ്പോൾ ചേട്ടത്തിയും പോലെ അതിനിപ്പോൾ എന്താ, എനിക്കിപ്പോൾ അവനോട് കിടക്കണോട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവ അത്ര നാൾ ഇവിടെ അത് കാണണ്ടെന്നൊക്കെയല്ലേ പറയണത്. അവ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ വന്ന് ചോദിച്ചെങ്കിൽ ഞാൻ അവൻ അന്നേ കൊടുത്തേനെ. പക്ഷേ നീ ഒരു കാര്യം ചെയ്ത് നീ അപ്പുറത്തേക്ക് പോകാം, ഞാനിവനായിട്ട് ബന്ധപ്പെട്ടോളാം, നീ ഒരു പ്രശ്നം വിചാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അനിയ ആകെ ഞെട്ടിപ്പോയി. ഇവൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടല്ലേ, ഇവൾക്ക് ഇത്രയും വികാരമുള്ള സാധനം ഉണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ അന്ന് പിന്നെ ചേട്ടത്തിയമ്പരെ ഇഷ്ടം പോലെ അയക്കുക, അവനായിട്ട് ബന്ധപ്പെട്ടോ. എന്തായാലും അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഞാൻ അവനോട് ചെയ്യിച്ചോളാം, അത് ചെയ്യാണ്ട് ഞാൻ അവനോട് പുറത്ത് കടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവനായിട്ട് ആ ചെറുപ്പക്കാരനായിട്ട് നമ്മുടെ ഇവള് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അനിയൻ 2 ദിവസം കഴിഞ്ഞാൽ പോകും, ഭർത്താവായിട്ട് മാത്രം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, നീ ഇടയ്ക്കിടയ്ക്ക് വന്നോളൂ, നീ ഈ വീഡിയോ ഡിലീറ്റ് എടുത്തേക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു, എനിക്കതിലൊന്നൊരു വിഷയമില്ല. ഇപ്പം നിനക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ ഭർത്താവിനേക്കാളും നന്നായി നീ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, അയാളുടെ അനിയൻ ചെയ്തതിനേക്കാളും നന്നായി എനിക്ക് കാര്യങ്ങൾ ചെയ്തു തന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അയാൾക്ക് ആച്ചാൽ കുട്ടികളും ഉണ്ടായിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നീ ഇടയ്ക്കിടയ്ക്ക് വന്നോ, നമുക്കിവിടെ കൂടാട്ടാന്ന് പറഞ്ഞു. അവന് വലിയ സന്തോഷമായി. അവൻ അത് കാര്യം പറഞ്ഞു, അനിയനോട് പറഞ്ഞു, അതൊക്കെ ഡിലീറ്റ് ചെയ്തു, ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് ആ പരിപാടി ഒന്നുമില്ല, ഞങ്ങൾ പോകാട്ടാന്ന് പറഞ്ഞു. അവൻ പോകാട്ടാന്ന് പറഞ്ഞാൽ അവൻ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് അനിയൻ്റെ വഴിക്കും പോയി. ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അനിയൻ നാട്ടിലേക്കും പോയി. അത് കഴിഞ്ഞ് ഒരു മാസം 1.5 മാസമായിട്ട് കൂടിയിട്ട് ഇവൾക്ക് ഗർഭമുണ്ടായോട് കൂടിയിട്ട് ഇവൾക്ക് ആകെ സംശയമായി. ഇതിപ്പോൾ ഈ കുട്ടി അടുത്തുള്ള ആ ചെറുപ്പക്കാരൻ്റെ ആണോ അത് അനിയൻ്റെ ആണോ? ഭർത്താവിൻ്റെ എന്തായാലും അല്ല, കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവില്ല. അപ്പോൾ ഇത് ആരാണെന്ന് ഇവൾക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു. ഭർത്താവിന് വലിയ സന്തോഷമായി, കണ്ണില്ലാത്ത ആൾക്ക് വലിയ സന്തോഷമായി, എന്തായാലും നന്നായി അടിപൊളിയായി എല്ലാ കാര്യങ്ങളും ഉണ്ടായിന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഭയങ്കര ചോക്ലേറ്റ് വിതരണം മറ്റുള്ള കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു, വലിയ ആഘോഷം. ഇയാളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനിയനെ വിളിച്ചു, അമ്മേനെ വിളിച്ചു, അച്ഛനെ വിളിച്ചു, എല്ലാവരും വിളിച്ചു. ഇവിടെ ഭയങ്കര ആഘോഷമാണെന്ന് ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി, കുട്ടി ഉണ്ടാവാൻ പോവല്ലേ. പക്ഷേ ഇവളുടെ മനസ്സിൽ ഇപ്പോഴും ചിന്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് അവനാണോ അനിയനാണോ? അനിയനും 4-5 പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുണ്ട്, അവനാച്ചനെ സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് ആരാണെന്ന് അവൾക്ക് യാതൊരു പിടുത്തമില്ലാണ്ട് ഇങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുക. അങ്ങനെ പിറ്റേ ദിവസം ഭർത്താവ് ജോലിക്ക് പോയപ്പോൾ ഇവനെ വിളിച്ചിട്ട് ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ അറിഞ്ഞു, ഇവിടുത്തെ കോലാഹലം പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ ആരാണെന്ന് എനിക്കൊരു പിടുത്തമില്ല, നീയാണോന്നൊരു സംശയമുണ്ട്, അനിയനാണോന്നൊരു സംശയമുണ്ട്. അപ്പോൾ പറഞ്ഞു, അനിയനായാലും ചേട്ടനായാലും ആ കുട്ടി നിങ്ങളുടെ ഭർത്താവിൻ്റെയാണ്, ഞങ്ങൾ 2 ആളും അതിലൊരു ഭാഗവാക്കല്ല. ഇപ്പം ഞങ്ങളുടെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ ഭംഗിയായിട്ട് നടക്കണം, നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ഭംഗിയായി നടന്നാൽ മതി.
കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളതിനെ വളർത്തിക്കോ, ഇല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും വേണ്ടെന്ന് വെച്ചോ. അവൻ ഗർഭക്കാരൻ അതാ പറഞ്ഞത്. അപ്പോൾ അന്ന് ഫംഗ്ഷന് വന്നപ്പോൾ ഗർഭമുണ്ടെന്ന് പറഞ്ഞിട്ട് അനിയൻ വന്നപ്പോൾ അനിയനും ചോദിച്ചു, അല്ല ചേട്ടന് കുട്ടികളുണ്ടാവില്ല എന്നാണ് എന്നോട് പറഞ്ഞത്, പക്ഷേ ഈ കുട്ടി ഇപ്പോൾ ചേട്ടൻ്റെ ആണോ അതെൻ്റെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എന്തായാലും കുട്ടി ഉണ്ടാവട്ടെ, കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് DNA ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് നോക്കാം അത് അടുത്തുള്ള വീട്ടിലെ ചെക്കൻ്റെ ആണോ അത് നിൻ്റെ ആണോ അത് നിൻ്റെ ചേട്ടൻ്റെ ആണോ എന്നുള്ളത്. അങ്ങനെ അപ്പോൾ ആ കുട്ടി ഉണ്ടായി, അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അത് ആരാണെന്നുള്ള അന്വേഷണമൊന്നും ഇനിയില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ പല വീടുകളിലും ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ അറിയില്ല എന്ന് മാത്രം. ഓക്കെ.